മഞ്ചേശ്വരത്ത് LDF UDF കൂട്ടുകെട്ടെന്ന വാർത്ത തള്ളി DCC പ്രസിഡന്റ് PK ഫൈസൽ. സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെ ജനങ്ങൾ നൽകിയ ശക്തമായ മറുപടിയാണ് മഞ്ചേശ്വരത്ത് ഉൾപ്പെടെയുള്ള വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് 87-ലെ സുവർണകാലത്തിലേക്ക് തിരിച്ചെത്തിയെന്നും ഫൈസൽ ന്യൂസ് 18നോട് പ്രതികരിച്ചു. കാസർഗോഡ് ജില്ല രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് CPIM-ന് ജില്ലയിൽ ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ടായത്. UDF-നെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വിജയമാണ് കാസർഗോഡ് ജില്ലയിൽ നേടാനായത്. നമ്മോടൊപ്പം DCC പ്രസിഡന്റ് PK ഫൈസൽ തന്നെ ചേരുന്നു. എന്നാലും DCC പ്രസിഡന്റ് എന്ന നിലയിൽ അഭിമാനിക്കാം. കാരണം LDF-ന് CPM-ന് ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ജില്ല രൂപീകൃതമായ ശേഷം. എങ്ങനെയാണ് ഈ വിജയത്തെ കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലക്കകത്ത് 5 സീറ്റിൽ 4 സീറ്റും നേടി UDF വൻ വിജയം നേടിയിരിക്കുകയാണ്. കാരണം കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിന് ശേഷം CPM പാർട്ടിക്ക് ഒരു MLA ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. മഞ്ചേശ്വരത്ത് AK അഷ്റഫിൻ്റെ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള വിജയവും കാസർഗോഡ് കല്ലട്ര മായനാജി സാഹിബിൻ്റെ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുള്ള വിജയവും അതോടൊപ്പം തന്നെ പുതുമയിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീ K നീലകണ്ഠൻ വലിയ വോട്ടിന് അവിടെയും ചരിത്ര വിജയം നേടുന്നത്. തൃക്കരിപ്പൂർ ഇതുവരെ നിയോജകമണ്ഡലം രൂപീകൃതമായതിനു ശേഷം CPM-ൻ്റെ MLA-മാർ മാത്രം വിജയിച്ച ആ മണ്ഡലത്തിലാണ് 60 വർഷത്തിനു ശേഷം UDF-ൻ്റെ MLA അവിടെയും വലിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വിജയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം BJP പറയുന്നത് ഈ മഞ്ചേശ്വരത്തും കാസർഗോഡും ജയസാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ LDF-ഉം UDF-ഉം ഒന്നിച്ചു മത്സരിച്ചു. അങ്ങനെയാണ് BJP പരാജയപ്പെട്ടതെന്നാണ് പറയുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചാൽ BJP അവിടെ ജയിക്കുമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് അതിനെ ആ ഒരു പ്രതികരണത്തെ കാണുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇപ്പോൾ 102 സീറ്റോട് കൂടിയിട്ടാണ് UDF കേരളത്തിനകത്ത് ചരിത്ര വിജയം നേടിയിട്ടുള്ളത്. കാരണം കേരളം കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചു മുടിച്ച, ജനങ്ങൾക്ക് ദുരിതം മാത്രം സമ്മാനിച്ച, ജനദ്രോഹ നയങ്ങൾ മാത്രം നടപ്പിലാക്കിയ ഈ ഗവൺമെന്റിനെതിരെയുള്ള തിരിച്ചടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.